ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളെ പരിഹസിച്ചേക്കാം, വിമർശിച്ചേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം. ചിലപ്പോൾ നമ്മുടെ നന്മകൾ തന്നെ തെറ്റായി കാക്കപ്പെട്ടേക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പിന്തുടർന്നതിനാൽ കഷ്ടം അനുഭവിച്ച വിശ്വാസികൾക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. പഴയ കാലത്ത് ക്രിസ്ത്യാനികൾ പീഡിക്കപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ വിശ്വാസം നിഷേധിക്കാൻ വരെ അവർ നിർബന്ധിതരായി. അത്തരം സാഹചര്യങ്ങളിൽ വിശുദ്ധ പത്രോസ് പറയുന്നത് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നാം ലജ്ജിക്കരുതെന്ന് പറയുന്നത്? കാരണം നാം അനുഭവിക്കുന്ന കഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ പല കാരണങ്ങൾക്കായി മനുഷ്യർ ദുഃഖിക്കുന്നുണ്ട്. തെറ്റുകൾക്കായി, സ്വാർത്ഥതയ്ക്കായി, പാപത്തിനായി. എന്നാൽ ക്രിസ്തുവിൻ്റെ നാമത്തിനായി നാം ദുഃഖിക്കുമ്പോൾ അതൊരിക്കലും പരാജയമല്ല. അത് ദൈവത്തിൻ്റെ മുൻപിൽ വലിയൊരു മഹത്വമാണ്. സ്വർണം തീയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് ഒരു ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നൊരു ശില്പമാക്കി നമ്മളെ മാറ്റുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ആ ക്രൂശിന്ന് ലോകത്തിന് രക്ഷയായി മാറി. അതുപോലെ തന്നെ നമ്മുടെ സഹനം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറണം. നമ്മുടെ ശാന്തത മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തൊടണം. നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ വന്നേക്കാം. സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദുഃഖത്തിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കുന്നത് നമ്മുടെ പെരുമാറ്റമാണ്. കഷ്ടതയിൽ പോലും നാം വിശ്വാസം വിട്ടുകളയാതെ നിന്നാൽ ലോകം നമ്മളിൽ ക്രിസ്തുവിനെ കാണും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ശാപമെന്ന് കരുതരുത്. അപമാനം വന്നാൽ അത് പരാജയമെന്ന് കരുതരുത്. അത് ദൈവം നമുക്ക് നൽകിയ മഹത്വത്തിൻ്റെ അവസരമായി കാണുക. ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്നവരായ നാം ആ നാമത്തിന് യോജിച്ച ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കണം. ലജ്ജിക്കാതെ, ഭയപ്പെടാതെ, ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.